ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 8/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഇപ്പോൾ ആലോചിച്ചു നോക്കൂ, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പാരമ്പര്യവും, എന്തിന് നിങ്ങളുടെ സ്വന്തം ചരിത്രം പോലും പൂർണ്ണമായും മാറിയാൽ എങ്ങനെയിരിക്കും? അത് വല്ലാത്തൊരു അവസ്ഥ തന്നെ ആയിരിക്കും അല്ലേ? അതെ, അതൊരു കെട്ടുകഥയല്ല കേട്ടോ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ പാത, അതായത് ശൂദ്രനിൽ നിന്ന് ദിവ്യ പൈതൃകത്തിലേക്ക് എന്നതാണ്. ഒരു സാധാരണ വ്യക്തി ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ഭഗവാന്റെ ദത്തുപുത്രനായി മാറുന്ന ആ രഹസ്യമാണ് നമ്മൾ ഇന്നീ ചർച്ചയിലൂടെ നോക്കുന്നത്. വളരെ കൃത്യമായ ഒരു തുടക്കമാണത്. കാരണം ഈ മാറ്റമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇടുന്ന ഡ്രസ്സ് മാറ്റുന്ന പോലെയോ അല്ലെങ്കിൽ വെറുതെ പേര് മാറ്റുന്ന പോലെയോ ഉള്ള ഒരു സിമ്പിൾ കാര്യമല്ല. ശരിയാണ്. നമ്മുടെ സ്വത്വത്തെക്കുറിച്ചുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു തിരുത്തിയെഴുതലാണിത്. കാലങ്ങളായി നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഈ ശരീരബോധമുണ്ടല്ലോ, അതായത് ഞാൻ ഈ ശരീരമാണെന്ന ചിന്ത, അതിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ താനൊരു ആത്മാവാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരികയാണ്. തീർച്ചയായും. ഈയൊരു ബോധത്തിലേക്ക് ഉയരുന്നവർക്ക് മാത്രമേ ബാബ പറയുന്ന ഈ രഹസ്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഈ ആത്മീയജ്ഞാനം ബാബ നൽകുന്നതാണ്. അതുകൊണ്ട് ബ്രാഹ്മണകുലത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ മാതാവും പിതാവുമൊക്കെയായി മാറുന്നത് എന്ന ഈ രഹസ്യം മനസ്സിലാകൂ എന്ന് ബാബ പറയുന്നുണ്ട്. ഈ ദത്തെടുക്കലിന്റെ കാര്യം പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ ലൗകികമായൊരു ദത്തെടുക്കൽ നടക്കുമ്പോൾ നമ്മൾ നിയമപരമായി ഒരു കടലാസിൽ ഒപ്പുവെക്കുന്നു, കുടുംബപ്പേര് മാറുന്നു, അതോടെ ആ പ്രക്രിയ കഴിഞ്ഞു. അതെ, കഴിഞ്ഞു. എന്നാൽ ഈ ആത്മീയ ദത്തെടുക്കൽ കുറച്ചുകൂടി സങ്കീർണമല്ലേ? ഭക്തിമാർഗത്തിൽ ആളുകൾ ക്ഷേത്രങ്ങളിൽ പോയി അങ്ങ് മാതാവും പിതാവുമെന്ന് പാടാറുണ്ടല്ലോ. പാടാറുണ്ട്. പക്ഷേ അവർ പാടുമ്പോൾ അവരുടെ കണ്ണുകൾ മുകളിലേക്കാണ് പോകുന്നത്, അല്ലാതെ അവിടെയുള്ള ലക്ഷ്മിനാരായണനെയോ കൃഷ്ണനെയോ അല്ല ഓർമ്മിക്കുന്നത് എന്ന് ബാബ പറയുന്നുണ്ട്. അവിടെ എനിക്കൊരു സംശയമുണ്ട്. ഒരു പിതാവ് തന്നെ എങ്ങനെയാണ് ഒരേ സമയം അമ്മയാകുന്നത്? അതൊരു വലിയ വൈരുദ്ധ്യമല്ലേ? അതൊരു വൈരുദ്ധ്യമായി തോന്നാം. പക്ഷെ അതിനു പിന്നിലെ യുക്തി വളരെ ലളിതമാണ്. നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ യഥാർത്ഥ പരമപിതാവ് നിരാകാരനായ ശിവബാബയാണ് എന്നതാണ്. നിരാകാരൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഭൗതിക ശരീരമില്ലാത്തവൻ. അതെ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്തിലേക്ക് വന്ന് കുട്ടികൾക്ക് ഈ മഹാജ്ഞാനം നൽകാനും അവരെ സ്നേഹത്തോടെ പരിപാലിക്കാനും ശരീരമില്ലാത്ത ആ പിതാവിനെ എങ്ങനെ സാധിക്കും? അവിടെ ഒരു ശരീരം വേണ്ടിവരുമല്ലേ? കൃത്യമായി പറഞ്ഞാൽ അവിടെയാണ് ഒരു മീഡിയം അല്ലെങ്കിൽ മാധ്യമത്തിന്റെ ആവശ്യം വരുന്നത്. ആ സ്ഥാനത്തേക്കാണ് ബ്രഹ്മാവ് വരുന്നത്. അതായത് നിരാകാരനായ ശിവബാബ സാകാരനായ ബ്രഹ്മാവാകുന്ന അമ്മയിലൂടെയാണ് നമ്മളെ ദത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പിതാവ് തന്നെ അമ്മയുടെ റോളും ചെയ്യുന്നത് എന്ന് ബാബ പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ താങ്കൾ പറയുന്നത് ഈ ആത്മീയ ദത്തെടുക്കലിൽ നമ്മൾ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളായി മാറുകയാണ്, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെ ദത്തെടുക്കുന്നത് ആ നിരാകാരനായ പരമാത്മാവാണെന്നാണോ? അതെ, 100% ശരിയാണ്. ശിവബാബയാണ് ബ്രഹ്മാവിലൂടെ സംസാരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ ഇപ്പോ ശിവലിംഗത്തെ പൂജിക്കുന്നവരെ എടുത്താൽ തന്നെ അവർക്ക് തങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നോ ഇതിന്റെ യഥാർത്ഥ മെക്കാനിസം എന്താണെന്നോ അറിയില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, അവർക്ക് ആ രഹസ്യം അറിയില്ല. തങ്ങളൊരു ശരീരമല്ല, മറിച്ച് പ്രകാശസ്വരൂപമായ ആത്മാവാണെന്ന ബോധം വരുമ്പോൾ മാത്രമേ ആ നിരാകാരനായ പരമാത്മാവിനെ നമുക്ക് ആഴത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കൂ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ശരി, നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് നമ്മൾ കണ്ടെത്തി. എന്നാൽ അടുത്ത വലിയ ചോദ്യം ഇതാണ്: അങ്ങനെ ദത്തെടുക്കപ്പെട്ട ഈ പുതിയ കുടുംബത്തിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രം എന്താണ്? നമ്മൾ എവിടെ നിന്ന് വന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഇവിടെയാണ് ബാബ പറയുന്ന ആത്മാവിന്റെ യാത്രയെക്കുറിച്ചുള്ള ആശയം വരുന്നത്. ആത്മാവെന്ന് പറയുന്നത് ഈ കാണുന്ന ശരീരമല്ലെന്നും ഭൃഗുടി മധ്യത്തിൽ വസിക്കുന്ന നക്ഷത്ര സമാനമായ ഒന്നാണെന്ന് ബാബ പറയുന്നുണ്ടല്ലോ. ഈ ആത്മാവ് 84 ജന്മങ്ങൾ എടുക്കുന്നുവെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഒരിക്കലുമല്ല. സത്യയുഗത്തിൽ നമ്മൾ സൂര്യവംശികളും, പിന്നീട് ത്രേതായുഗത്തിൽ ചന്ദ്രവംശികളും, ദ്വാപരയുഗത്തിൽ വൈശ്യവംശികളും, ഒടുവിൽ ഈ കലിയുഗത്തിൽ ശൂദ്രവംശികളുമായി മാറുന്നു എന്ന് ബാബ പറയുന്നു.
ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വലിയ കമ്പ്യൂട്ടർ ഗെയിമിൽ ലെവലുകൾ മാറുന്നതുപോലെയാണോ ഇത്? ഗെയിം പോലെയാണോന്ന് ചോദിച്ചാൽ അതായത് ഓരോ ലെവലിലും രൂപവും പേരും മാറുന്നു, ഒടുവിൽ ഗെയിം ഓവർ ആകുമ്പോൾ വീണ്ടും റീസെറ്റ് അടിക്കുന്നു. അങ്ങനെയാണോ ഈ 84 ജന്മങ്ങൾ? ആ കമ്പ്യൂട്ടർ ഗെയിം ഉപമ വളരെ രസകരമാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ പെട്ടെന്നൊരു ദിവസം ഗെയിം ഓവറായി എല്ലാം അവസാനിക്കുന്നില്ല. ഇതൊരു വലിയ നാടകമാണ്, ഡ്രാമ. അതിൽ ആത്മാവാകുന്ന നടൻ വ്യത്യസ്ത വേഷങ്ങൾ കെട്ടിയാടുകയാണ്. അപ്പോ ഓരോ ജന്മം കഴിയുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഓരോ ജന്മം കഴിയുമ്പോഴും ആത്മാവിന്റെ ഊർജം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞ ആ ശൂദ്രവംശി എന്ന അവസ്ഥയുണ്ടല്ല, അതായത് ഈ കലിയുഗത്തിന്റെ അവസാന സമയം, അവിടെ ആത്മാവ് പൂർണ്ണമായും തമോപ്രധാനമായിരിക്കുന്നുവെന്ന് ബാബ പറയുന്നു. ഈ തമോപ്രധാനം എന്ന വാക്ക് അത് കേൾവിക്കാർക്ക് വേണ്ടി ഒന്നുകൂടി ലളിതമായി വിശദീകരിക്കാമോ? അതായത് കൃത്യമായി എന്താണ് ആ അവസ്ഥ? തീർച്ചയായും. ഇപ്പോൾ തമോപ്രധാനമെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററി 1% നിൽക്കുന്ന അവസ്ഥയെന്ന് സങ്കല്പിച്ചു നോക്കൂ. ഫോൺ എപ്പോൾ വേണമെങ്കിലും ഓഫാകാം. അതെ, ഒരു ആപ്പും നേരെ വർക്ക് ചെയ്യില്ല. അതുപോലെ 100% ആത്മീയ ഊർജമുണ്ടായിരുന്ന ആത്മാവ് 84 ജന്മങ്ങളിലൂടെ കടന്നുപോയി കാമവും ക്രോധവുമൊക്കെ കാരണം പൂർണ്ണമായും ഡിസ്ചാർജായ അവസ്ഥയാണ് തമോപ്രധാനം. ഓ, അപ്പോ അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഇപ്പോൾ ദുഃഖവും പതനവും നിറഞ്ഞ പഴയ ലോകമായി മാറിയിരിക്കുന്നതല്ലേ? അതെ, ഇവിടെ നിന്നാണ് നമ്മളെ തിരികെ ചാർജ് ചെയ്ത് പാവനമാക്കി സത്യയുഗത്തിലെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ബാബ ഈ ബ്രാഹ്മണ പാതയൊരുക്കുന്നത്. സത്യയുഗത്തിനു മുമ്പ് ആരായിരുന്നു ലോകം ഭരിച്ചിരുന്നത് എന്ന് ഈ കലിയുഗത്തിലെ ലോകത്തിന് ചിന്തിക്കാൻ പോലും ആകില്ല എന്നാണ് ബാബ പറയുന്നത്. അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് ആ ചാർജിംഗ് പോയിന്റിലാണ്. ശരി, ഈ വലിയ മാറ്റത്തിന്റെ സമയത്ത് കുട്ടികളെ പരിപാലിക്കുന്ന അമ്മയുടെ പങ്കിനെക്കുറിച്ച് ബാബ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ബ്രഹ്മാവിനെ ജഗത്പിതാവ് എന്ന് വിളിക്കാം, എന്നാൽ ജഗദംബ എന്ന് വിളിക്കാനാകില്ല എന്ന് ബാബ പറയുന്നു. ശരിയാണ്. ഒരേയൊരു ജഗദംബയ്ക്കാണ് ഈ ലോകത്ത് ഇത്ര വലിയ മഹിമയുള്ളത്. കൽക്കത്തയിലെ കാളിയുടെ ക്ഷേത്രമായാലും ബോംബെയിലെ ജഗദംബയുടെ ക്ഷേത്രമായാലും അതെല്ലാം അവരുടേതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവർ വെറുമൊരു പൂജാവിഗ്രഹമല്ല കേട്ടോ, മറിച്ച് ഈ മഹാജ്ഞാനം കേട്ട മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന ജ്ഞാനേശ്വരിയാണവർ. അതെ, നമ്മളെല്ലാവരും ആ ജഗദംബയുടെ കുട്ടികളാണ്. അതിനുശേഷം വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം ബാബ പറയുന്നത് സ്വർഗത്തിലെ രാജ്യാധികാരത്തെക്കുറിച്ചാണ്. ലക്ഷ്മി നാരായണന് ഈ രാജ്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല എന്ന് ബാബ പറയുന്നു. ആർക്കും അറിയില്ല. ബിർള കമ്പനിക്കാർ ഇന്ത്യയിലുടനീളം വലിയ വലിയ ക്ഷേത്രങ്ങൾ പണിയുന്നുണ്ട്. പക്ഷെ അവർക്ക് പോലും ഈ രഹസ്യം അറിയില്ല. ഇവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ചില മതവിഭാഗങ്ങൾ വിശ്വസിക്കുന്നത് അവരെല്ലാവരും കൂടി ഒന്നിച്ചാൽ സായുധ പോരാട്ടങ്ങളിലൂടെ ഈ ലോകത്തിന്റെ അധികാരികളാകാമെന്നാണ്. ലോകരാജ്യങ്ങൾ ആണവായുധങ്ങൾ സംഭരിച്ചാണ് അധികാരം നിലനിർത്തുന്നത് എന്ന് ബാബ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു വെടിയുണ്ട പോലും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ലോകം മുഴുവൻ കീഴടക്കുന്നത്? അത് ഇന്നത്തെ കാലത്തെ ലോകക്രമം വെച്ച് നോക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാം, അല്ലേ? പക്ഷെ അവിടെയാണ് ബാബ പറയുന്ന ആത്മീയ നിയമങ്ങളുടെ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് യോഗബലം കൊണ്ടാണ് അവർ രാജ്യാധികാരം നേടിയതെന്ന് ബാബ വിശദീകരിക്കുന്നു. യോഗബലം എന്ന് പറയുമ്പോൾ? യോഗബലം എന്നാൽ പരമാത്മാവുമായുള്ള നിരന്തരമായ ഓർമ്മയിലൂടെ ആത്മാവിൽ നിറയുന്ന അതിയായ പവിത്രതയുടെയും ശാന്തിയുടെയും ശക്തിയാണ്. സത്യയുഗത്തിൽ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധങ്ങളില്ല, അക്രമങ്ങളില്ല, അവിടെ പോലീസോ പട്ടാളമോ ഒന്നുമില്ല. പ്രകൃതി പോലും ആ യോഗബലത്തിനു മുന്നിൽ വഴങ്ങി നിൽക്കും എന്നാണല്ലോ പറയാറ്. അതെ, ഈ രാജാവും റാണിയും കോടതിയും വക്കീലും ജഡ്ജുമെല്ലാം ലോകത്തിൽ വരുന്നത് ഈ നാടകം പകുതി കഴിഞ്ഞ് ദ്വാപരയുഗം മുതലാണ്. അപ്പോഴാണ് ആത്മാക്കളുടെ ഊർജം കുറയുന്നതും കേസും വഴക്കുകളുമൊക്കെ ആരംഭിക്കുന്നതും. ഓ, അപ്പൊ താങ്കൾ പറയുന്നത് ഇപ്പോ നമ്മൾ നിൽക്കുന്ന ഈ സംഗമയുഗത്തിൽ, അതായത് കലിയുഗത്തിനും സത്യയുഗത്തിനും ഇടയിലുള്ള ഈ ട്രാൻസിഷൻ സമയത്ത് നമ്മൾ എത്രത്തോളം ശാന്തമായിരുന്ന് യോഗബലം ആർജിക്കുന്നുവോ അത്രത്തോളം വലിയ അധികാരമാണ് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്നാണോ? അതെ. അതായത് ഇന്നത്തെ നമ്മുടെ ആത്മീയ ബാങ്ക് ബാലൻസ് ആണ് നാളത്തെ സ്വർഗത്തിന്റെ സമ്പത്ത്. 100% ശരിയാണ്. ഭൗതികമായ ഒത്തുചേരലുകളിലൂടെയോ ആയുധങ്ങളിലൂടെയോ ലോകം ഭരിക്കാമെന്ന് പലരും കരുതുന്നുണ്ടാകാം. എന്നാൽ
ഈ ഡ്രാമയിൽ നിശ്ചയിച്ചിരിക്കുന്നത് പ്രകാരം വിശ്വത്തിന്റെ യഥാർത്ഥ രാജ്യാധികാരം ലഭിക്കുന്നത് ഈ ആത്മീയ യോഗബലത്തിലൂടെ മാത്രമാണ്. അതാണ് ക്ഷേത്രങ്ങൾ പണിയുന്നവർക്ക് പോലും അറിയാത്ത ആ വലിയ രഹസ്യം. അത് വളരെ വ്യക്തമാണ്. അപ്പോ ആയുധങ്ങളല്ല, യോഗബലമാണ് നമ്മുടെ കരുത്ത്. ഈ രാജ്യാധികാരം നേടാൻ നാം ദിനചര്യയിൽ പ്രായോഗികമായി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ബാബ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പരാതി പറയാറുണ്ടല്ലോ, തങ്ങൾക്ക് എത്ര കേട്ടാലും പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല എന്ന്. അതെ, അത് സ്ഥിരം കേൾക്കുന്നൊരു കാര്യമാണ്. അതിനുള്ള പ്രധാന കാരണം ഇതാണെന്ന് ബാബ ചൂണ്ടിക്കാണിക്കുന്നു. ആ രാവിലെയുള്ള സമയം അത്രത്തോളം പ്രധാനപ്പെട്ടതാണോ? എന്തുകൊണ്ടാണ് പകൽ സമയത്ത് പഠിച്ചാൽ ഈ യോഗഫലം കിട്ടാത്തത്? അതിന് വളരെ ശാസ്ത്രീയമായൊരു കാരണമുണ്ട്. രാവിലെയുള്ള സമയത്ത് ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും ഉറക്കത്തിലാണ്. അതുകൊണ്ടുതന്നെ അന്തരീക്ഷത്തിൽ ലൗകികമായ ചിന്തകളുടെയോ നെഗറ്റീവ് ഊർജത്തിന്റെയോ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല. അതെ, വളരെ ശാന്തമായ സമയമാണ്. ആ ശാന്തതയിൽ നമ്മുടെ ബുദ്ധി വളരെ ക്ലിയർ ആയിരിക്കും. ഒരു ഉണങ്ങിയ സ്പോഞ്ച് എങ്ങനെയാണോ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുന്നത്, അതുപോലെ നമ്മുടെ ബുദ്ധിക്ക് ജ്ഞാനത്തെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ ആ സമയത്ത് സാധിക്കും. ആ സ്പോഞ്ചിന്റെ ഉപമ വളരെ കറക്റ്റാണ്. എന്നാൽ പകൽ സമയത്ത് ആയിരക്കണക്കിന് കാര്യങ്ങളാണ് നമ്മുടെ ബുദ്ധിയിലൂടെ കടന്നുപോകുന്നത്. അതുകൊണ്ടാണ് അമൃതവേളയിലെ ഏകാഗ്രതയില്ലാത്തവർക്ക് പഠിച്ചത് ഓർമ്മ നിൽക്കാത്തത് എന്ന് ബാബ പറയുന്നത്. അത് കേൾക്കുന്ന നിങ്ങൾക്കും വലിയൊരു തിരിച്ചറിവായിരിക്കും. പിന്നെ ഈ അറിവുകൾ സ്വയം പഠിച്ചാൽ മാത്രം പോരല്ലോ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട സേവനത്തെക്കുറിച്ചും ബാബ പറയുന്നുണ്ട്. അതെ, പുറത്ത് വലിയ വലിയ പ്രദർശനങ്ങൾ നടത്തുമ്പോൾ വെറുതെ എല്ലാവരെയും അങ്ങോട്ട് അയക്കാനാകില്ല എന്ന് ബാബ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് വലിയ സന്യാസിമാരെയൊക്കെ ഈ ജ്ഞാനം ബോധ്യപ്പെടുത്താൻ ജഗദീഷ്, രമേശ്, മനോഹർ, ഗംഗ എന്നിവരെ പോലെ വളരെ സമർത്ഥരായവരെ തന്നെ വേണമെന്ന് ബാബ എടുത്തു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മുടെ ലോകത്തിൽ ഗവൺമെന്റ് വലിയ കേസുകൾ കൈകാര്യം ചെയ്യാൻ സാധാരണ വക്കീലന്മാരെ ഏൽപ്പിക്കാതെ ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ വളരെ പ്രഗത്ഭരായ വക്കീൽമാരെ മാത്രം തെരഞ്ഞെടുത്തയക്കുന്നതുപോലെയാണോ ബാബ ഇവിടെ സമർത്ഥരായവരെ തെരഞ്ഞെടുക്കുന്നത്? ആ ഉപമ ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലൗകിക ലോകത്ത് ഈ ഹൈക്കോടതിയിലെ വക്കീലന്മാർ കേവലം വാക്സാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ നിയമം കാണാപ്പാടം പഠിച്ചതുകൊണ്ടോ ആണ് കേസ് ജയിക്കുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ. എന്നാൽ ബാബ പറയുന്ന ഈ സമർത്ഥരായ കുട്ടികൾ വാചാലരായതുകൊണ്ട് മാത്രമല്ല ജയിക്കുന്നത്. അവർ തങ്ങളുടെ ജീവിതത്തിൽ ഈ ജ്ഞാനത്തെ ധാരണ ചെയ്തവരാണ്. അതായത് ലൗകിക സംബന്ധങ്ങളിൽ നിന്ന് തങ്ങളുടെ ബുദ്ധിയെ പൂർണ്ണമായും പിൻവലിച്ച് ആ പാരലൗകിക ബാബയെ മാത്രം നിരന്തരം ഓർമ്മിക്കുന്നവരാണവർ. ഓ, അപ്പോ അതാണ് വ്യത്യാസം. അതെ, അവരുടെ ഉള്ളിൽ പവിത്രതയുടെ വലിയൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അവർ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് സന്യാസിമാരുടെ വരെ ഉള്ളിൽ തറയ്ക്കുന്ന അത്രയും ശക്തിയുണ്ടാകുന്നത്. അവർ ജഡ്ജിയെയും മജിസ്ട്രേറ്റിനെയും പോലെ സമർത്ഥരാണെന്ന് ബാബ പറയുന്നു. ശരിയാണ്. ആരെത്രത്തോളം ജ്ഞാനം ആഴത്തിൽ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ, അവരുടെ പേര് അത്രത്തോളം പ്രശസ്തമാകും. അതാണ് ഭാവിയിലെ രാജപദവിയിലേക്കുള്ള വഴി. അതെ, ആ വ്യത്യാസം ഇപ്പോൾ വളരെ വ്യക്തമായി. സ്വന്തം ജീവിതത്തിൽ പകർത്താതെ വെറുതെ വാക്കുകൾ കൊണ്ട് സംസാരിച്ചാൽ ആർക്കും ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും നേരിടേണ്ടി വരുമല്ലോ. തീർച്ചയായും. എല്ലാ മനുഷ്യരും ഒരുപോലെ ചിന്തിക്കുന്നവരല്ലല്ലോ. അവിടെയാണ് ഇന്നത്തെ വരദാനത്തിന്റെ പ്രസക്തിയെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വരദാനമനുസരിച്ച് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഉൾക്കൊള്ളാനുള്ള ശക്തി, അതായത് പവർ ടു അക്കോമഡേറ്റ് ആണെന്ന് ബാബ പറയുന്നു. പലതരം അഭിപ്രായ വ്യത്യാസങ്ങളെയും വിയോജിപ്പുകളെയും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അവിടെ ഏകമതത്തിന്റെ, അതായത് ഒത്തൊരുമയുടെ അന്തരീക്ഷമുണ്ടാകൂ. തീർച്ചയായും. ഉൾക്കൊള്ളാനുള്ള ശക്തി എന്ന് പറയുന്നത് നമ്മൾ തോറ്റുകൊടുക്കുന്നതോ ദുർബലരാകുന്നതോ ഒന്നുമല്ല കേട്ടോ. ബാബ എപ്പോഴും സമുദ്രത്തിന്റെ ഉപമ പറയാറില്ലേ? സമുദ്രം. അതെ. സമുദ്രത്തിലേക്ക് എത്രത്തോളം മാലിന്യങ്ങൾ നിറഞ്ഞ നദികൾ ഒഴുകിയെത്തിയാലും സമുദ്രം അത് മുഴുവൻ ഉൾക്കൊള്ളുന്നു. ആ മാലിന്യങ്ങൾക്കൊന്നും സമുദ്രത്തിന്റെ ഗാംഭീര്യത്തെയോ അതിന്റെ ഉപ്പുരസത്തെയോ മാറ്റാൻ കഴിയില്ല. ശരിയാണ്. അതുപോലെ സേവനരംഗത്ത് പല സ്വഭാവത്തിലുള്ളവർ വരുമ്പോൾ അവരുടെ കുറവുകളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും സമുദ്രത്തെപ്പോലെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയമായി ശക്തിശാലികളാകുന്നത്. സമുദ്രം പോലെ ആകുക എന്നത് വലിയൊരു ലക്ഷ്യമാണ്.
ഇനി ഈ വരദാനത്തോടൊപ്പം തന്നെ ബാബ നൽകിയ അവ്യക്ത സൂചനയിലേക്ക് വന്നാൽ അവിടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ വേദനാജനകമായ വാർത്തകളോ ദൃശ്യങ്ങളോ കേൾക്കുമ്പോഴൊന്നും പുതിയതല്ല അല്ലെങ്കിൽ നത്തിങ് ന്യൂ എന്ന ബോധ്യത്തോടെ അച്ചഞ്ചലവും ഏകരസവുമായ സ്ഥിതിയിലിരിക്കണമെന്നാണ് ബാബ നൽകുന്ന നിർദ്ദേശം. അതെ, എനിക്കിവിടെ വളരെ ഗൗരവമുള്ളൊരു സംശയമുണ്ട്. നമ്മുടെ ചുറ്റും ആളുകൾ വലിയ ദുരന്തങ്ങൾ കണ്ട് അയ്യോ എന്ത് സംഭവിച്ചു, എന്റെ ലോകം തകർന്നല്ലോ എന്ന് ഭയപ്പെട്ട് കരയുമ്പോൾ നമ്മൾ മാത്രം അവിടെ ഇരുന്ന് ഓ ഇതൊന്നും പുതിയ കാര്യമല്ല എന്ന് പറഞ്ഞു യാതൊരു വികാരവുമില്ലാതിരുന്നാൽ അത് നമ്മളെ വളരെ ഹൃദയശൂന്യരായ മനുഷ്യരാക്കി മാറ്റില്ലേ? അതൊരു മികച്ച ചോദ്യമാണ്. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നൊരു ഭാഗമാണിത്. ഇത് കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ അത് തന്നെയാകും ചിന്തിക്കുന്നത്. പ്രായോഗികമായി ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ബാബ ഇവിടെ പറയുന്നത് നമ്മൾ വികാരമില്ലാത്ത റോബോട്ടുകളെപ്പോലെ ആകണമെന്നോ മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് പരിഹസിക്കണമെന്നോ അല്ല. ഏകരസമായ സ്ഥിതി, എന്നാൽ ഹൃദയശൂന്യതയല്ല, മറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള പൂർണ്ണമായ മാനസിക സ്ഥിരതയാണ്. എങ്ങനെ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ അപകടം നടക്കുമ്പോൾ ഡോക്ടർമാർ ഭയപ്പെട്ട് കരയാറുണ്ടോ? ഇല്ല. അവർ കരഞ്ഞാൽ പിന്നെ ആര് ചികിത്സിക്കും? കൃത്യമായി പറഞ്ഞാൽ അതുപോലെയാണിതും. ഈ ലോകമാകുന്ന നാടകം ഇപ്പോൾ അതിന്റെ അവസാനത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ദുരന്തങ്ങൾ സ്വാഭാവികമാണ് എന്ന അറിവ് നമുക്കുണ്ട്. അതെ. അതുകൊണ്ട് ലോകം ഭയപ്പെടുമ്പോൾ നമ്മളും അവരോടൊപ്പം ചേർന്ന് പരിഭ്രമിക്കരുത്. നമ്മൾ അചഞ്ചലരായി നിന്നുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ആ ആത്മാക്കൾക്ക് ശാന്തിയുടെയും ശക്തിയുടെയും ഊർജം നൽകണം. ആ സമയത്ത് നമ്മുടെ ശാന്തതയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മരുന്ന്. അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ ശാന്തത മറ്റുള്ളവർക്ക് താങ്ങായി മാറുന്നു. നമ്മൾ പരിഭ്രമിച്ചാൽ എല്ലാവരും മുങ്ങിപ്പോകും. ഇന്നത്തെ സ്ലോഗനിൽ ബാബ പറയുന്നതും ആ ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നിങ്ങളുടെ ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ആത്മീയത ധാരണം ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന സേവനത്തിൽ ഒരു തിളക്കം വരികയുള്ളൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. അതെ, വാക്കുകളെക്കാൾ വലിയ സേവനം നമ്മുടെ അച്ചഞ്ചലമായ പ്രവൃത്തികളും നമ്മുടെ ശാന്തമായ മുഖവുമാണ്. അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇവർക്ക് എന്തോ വലിയൊരു ശക്തി ലഭിച്ചിട്ടുണ്ടെന്ന്. അതാണ് ബാബ നൽകുന്ന ജ്ഞാനത്തിന്റെ തിളക്കം. അത് വളരെ മനോഹരമായി താങ്കൾ വിശദീകരിച്ചു. ശരി, നമ്മുടെ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് ഈ ചർച്ചയിൽ വിശകലനം ചെയ്തതെന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ചുരുക്കത്തിൽ ഓർമ്മിപ്പിക്കാം. വെറുമൊരു ശരീരമാണെന്ന ചിന്തയിൽ നിന്ന് ശൂദ്രകുലത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. നിരാകാരനായ ശിവബാബ സാകാരനായ ബ്രഹ്മാവാകുന്ന അമ്മയിലൂടെ നമ്മളെ ദത്തെടുക്കുന്ന ആ അത്ഭുതകരമായ രഹസ്യം നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നക്ഷത്ര സമാനമായ ആത്മാവിന്റെ 84 ജന്മങ്ങളിലൂടെയുള്ള നീണ്ട യാത്രയും എങ്ങനെയാണ് നമ്മൾ ഡിസ്ചാർജായി ഈ കലിയുഗത്തിലെത്തിയതെന്നും നമ്മൾ ചർച്ച ചെയ്തു. ജഗദംബയുടെ യഥാർത്ഥ പദവിയും ഒരൊറ്റ വെടിയുണ്ട പോലുമില്ലാതെ യോഗബലത്തിലൂടെ നേടിയെടുക്കുന്ന സ്വർഗത്തിലെ രാജ്യാധികാരവും നമ്മൾ കണ്ടു. അതിനായി അമൃതവേളയിൽ നമ്മളൊരു സ്പോഞ്ച് പോലെ ജ്ഞാനം ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ബാബ നമ്മെ പഠിപ്പിച്ചു. ശരിയാണ്. ഒടുവിൽ ഈ ലോകത്ത് സേവനം ചെയ്യുമ്പോൾ സമുദ്രത്തെപ്പോലെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശക്തിയും പ്രതിസന്ധികളിൽ ആർക്കും കുലുക്കാൻ കഴിയാത്ത വിധം അചഞ്ചലരായി നിൽക്കേണ്ടതിന്റെ ശാസ്ത്രവും നമ്മൾ മനസ്സിലാക്കി. ഇതൊരു സമ്പൂർണമായ പാക്കേജാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും ലൗകികമായ ചിന്തകളിൽ നിന്നും മാറ്റി തികച്ചും ആത്മീയമായൊരു തലത്തിലേക്ക് എങ്ങനെ നമ്മളെ തന്നെ ഉയർത്താമെന്നതിന്റെ വളരെ കൃത്യമായൊരു രൂപരേഖ കൂടിയാണ് ബാബ എന്ന് നൽകിയത്. തീർച്ചയായും. ഈ വലിയ രഹസ്യങ്ങളെല്ലാം ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ കേൾവിക്കാരായ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞങ്ങൾ നൽകുകയാണ്. നിങ്ങളുടെ ആത്മാവ് 84 ജന്മങ്ങളുടെ നീണ്ട യാത്ര കഴിഞ്ഞ് ബാറ്ററിയെല്ലാം തീർന്ന് ഈ കലിയുഗത്തിന്റെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന ആ പുതിയ യുഗത്തിലേക്ക് തിരികെ കടക്കാൻ ഏത് തരത്തിലുള്ള ആത്മീയ സങ്കല്പങ്ങളാണ് അല്ലെങ്കിൽ മാറ്റങ്ങളാണ് നിങ്ങളിപ്പോൾ രൂപപ്പെടുത്താൻ പോകുന്നത്? നിങ്ങൾ തീരുമാനിക്കുക. ഓം ശാന്തി.